ഇറാനിൽ സൈനിക ദൗത്യം പൂർത്തിയാക്കി മടങ്ങുകയായിരുന്ന അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനമായ F-35 നേരെ ആക്രമണം നടത്തിയെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. അജ്ഞാത കാരണങ്ങളാൽ തകരാറിലായ F-35 യുദ്ധവിമാനം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ബേസിൽ അടിയന്തരമായി ഇറക്കിയിട്ടുണ്ട്. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതായും പൈലറ്റിന്റെ നില തൃപ്തികരമാണെന്നും അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വക്താവ് ക്യാപ്റ്റൻ ടിം ഹോക്കിൻസ് അറിയിച്ചു. ഫെബ്രുവരിയിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായാണ് ഇത്തരം ഒരു അത്യാധുനിക അമേരിക്കൻ വിമാനത്തിന് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നും പ്രത്യാക്രമണം ഉണ്ടാകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. സംഭവത്തെക്കുറിച്ച് ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ തകരാർ സംഭവിച്ചത് ഇറാന്റെ ആക്രമണത്തിലാണെന്ന് അമേരിക്ക ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. $10 കോടി വിലയുള്ളതാണ് F-35 ലൈറ്റ്നിംഗ് 2 എന്ന യുദ്ധവിമാനം. നിലവിൽ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി F-35 വിമാനങ്ങൾ ഈ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഈ തിരിച്ചടികൾക്കിടയിലും ഇറാനുമായുള്ള യുദ്ധത്തിൽ തങ്ങൾ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണെന്ന് US യുദ്ധകാര്യ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് അവകാശപ്പെട്ടു. അമേരിക്കയുടെ യുദ്ധ താൽപര്യങ്ങൾക്കും നിബന്ധനകൾക്കും അനുസരിച്ചാണ് യുദ്ധം ഇപ്പോഴും മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നീക്കം വളരെ നിർണായകരമായ ഒന്നാണെന്ന് അദ്ദേഹം പെന്റഗണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇറാന് നേരെ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ആക്രമണത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് ഹെഗ്സെത്ത് ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഒന്നാം ദിവസം മുതൽ അമേരിക്കൻ പ്രസിഡന്റ് നൽകിയ അതേ ലക്ഷ്യങ്ങളോടെയാണ് സൈന്യം മുന്നോട്ട് പോകുന്നതെന്നും ഈ വിജയം ഉറപ്പാണെന്നും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ചത് മുതൽ ഇതുവരെ കുറഞ്ഞത് ആളില്ലാ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ 16 യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. അതിൽ ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന 10 റീപ്പർ സ്ട്രൈക്ക് ഡ്രോണുകളും ഉൾപ്പെടുന്നു. യുദ്ധം 3-ാം വാരത്തിലേക്ക് കടക്കുമ്പോഴാണ് അമേരിക്കയ്ക്ക് ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. തകർക്കപ്പെട്ട റിപ്പർ ഡ്രോണുകളിൽ 9 എണ്ണം ആകാശത്ത് വെച്ചും ഒരെണ്ണം ജോർദാനിലെ എയർഫീൽഡിൽ വെച്ചുമാണ് തകർക്കപ്പെട്ടത്. ഇറാന്റെ ആക്രമണം കൂടാതെ അപകടങ്ങൾ മൂലവും അമേരിക്കയ്ക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുവൈറ്റിൽ അമേരിക്കയുടെ 3 F-15 വിമാനങ്ങൾ അബദ്ധത്തിൽ സ്വന്തം പക്ഷത്തു നിന്നുള്ള ആക്രമണം കാരണം തകർന്നത് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിനു പുറമെ ഇന്ധനം നിറയ്ക്കുന്നതിനുണ്ടായ അപകടത്തിൽ ഒരു KC-135 എന്ന ടാങ്കർ വിമാനം തകരുകയും അതിലുണ്ടായിരുന്ന 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. മാത്രമല്ല സൗദി അറേബ്യയിലെ എയർഫീൽഡിൽ പാർക്ക് ചെയ്തിരുന്ന 5 KC-135 വിമാനങ്ങൾക്ക് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഗുരുതര കേടുപാടുകൾ സംഭവിച്ചു. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഗൾഫ് യുദ്ധത്തിനേക്കാൾ കൂടുതൽ ആക്രമണങ്ങൾ അമേരിക്ക നടത്തിയതായും വിമാനങ്ങളുടെ ഈ വലിയ തോതിലുള്ള ഉപയോഗം നാശനഷ്ടങ്ങൾ വർദ്ധിക്കാൻ കാരണമായതായും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായി തകർക്കാനോ ഇറാനുമേൽ സമ്പൂർണ്ണ വ്യോമാധിപത്യം സ്ഥാപിക്കാനോ അമേരിക്കയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ.